ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കുക. എല്ലാ വീഡിയോയും കാണുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. അപ്പം നമുക്ക് ഗുലാബ് ജാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഓൾറെഡി കുറേ വീഡിയോയിലൊക്കെ വന്നതൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുമെന്നൊക്കെ അറിയാമായിരിക്കും. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നേ. അപ്പോൾ തന്നെ ബ്രെഡ് എടുക്കണം. ഫസ്റ്റ് നമുക്ക് വേണ്ട ബ്രെഡാണ്. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുപോലെ യൂട്യൂബിൽ കണ്ടപ്പോൾ സിമ്പിളാണെന്ന് തോന്നി ഞാനിങ്ങനെ ചെയ്തതാണ് കേട്ടോ. ശരി, കാര്യമുണ്ട്, നമ്മൾ ഗുലാബ് ജെല്ലില്ലാതെയാണ് ചെയ്യുന്നത്. കടയിലൊക്കെ ചെയ്യുമ്പോൾ ഗുലാബ് ജെല്ലിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ സൈഡ് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് നമ്മൾ ബ്രെഡ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് പിച്ച് ജാറിലോട്ട് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്താണ്ടേ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് കണ്ടോ. ഇനി ഈ പൊടിച്ചെടുത്ത ബ്രെഡിനകത്തോട്ട് കുറച്ചായിട്ട് പാല് ചേർത്ത്, നമ്മളെന്താ പറയുക, പാല് ചേർത്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ അപ്പത്തിനൊക്കെ കുഴക്കില്ലേ, മാവ് കുഴക്കില്ലേ, അത് കണക്ക് കുഴച്ചെടുക്കണം. നമ്മൾ ബ്രെഡ് പൊടി അതിലോട്ട് പാലൊഴിക്കുക, കുഴയ്ക്കുക. കുറച്ചായിട്ടേ പാലൊഴിക്കാവുള്ളൂ കേട്ടോ, കൂടിപ്പോയാൽ പണി കിട്ടും. തന്നെ ഞാൻ കുറച്ചായിട്ട് പാലൊഴിച്ചതാണ് ഈ കണക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗുലാബ് ജാമിൻ്റെ സൈസിൽ ചെറുതായിട്ട് ഉണ്ടയാക്കിയെടുക്കാം. നമ്മളിതുപോലെ ഇങ്ങനെ കറക്റ്റ് അളവിലങ്ങനെ ഉണ്ടെന്ന് കിട്ടില്ല, ഇച്ചിരി വലുതും ചെറുതും ഒക്കെ കാണും. എന്നാലും നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. മാക്സിമം ഞാൻ കറക്റ്റ് അളവിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. എന്നാലും ലാസ്റ്റ് ചെറുതായിട്ട് തന്നെ വന്നു, കാരണം മാവ് തീരുന്നതനുസരിച്ച് നമ്മൾ ചെറുതാവും. നമുക്ക് ഇനി ഒരു പാൻ എടുക്കണം. ആ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് നിരത്തി ഇടുന്നുണ്ട്. നമ്മുടെ ഏതാണ്ട് ഇതിന്ന് ചെറുതായിട്ട് ഇങ്ങനെ മെരിഞ്ഞ് വരുന്നുണ്ട്. കളറൊക്കെ മാറുന്നുണ്ട്, വെള്ള കളറിൽ നിന്ന്. അപ്പം നമ്മുടെ ഏതാണ്ട് ഗുലാബ് ജാം നമ്മുടെ സൈസിന് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതുപോലൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മൾ മാറ്റുക. അതിന് ശേഷം നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ എടുത്തു. ഒരു 15 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത്, നമ്മൾ പഞ്ചസാര ലാമി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഗുലാബ് ജാം അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പഞ്ചസാര ലാമിയത്തിൽ കടയിൽ ഉണ്ടാക്കുന്നതിൽ ഗുലാബ് ജെല്ലിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഗുലാബ് ജാമിൽ നല്ല വ്യത്യാസം കാണും കേട്ടോ. അത്
നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗുലാബ് ജെല്ല് വാങ്ങിച്ചിട്ട് ചെയ്യുക. ഞാൻ ഗുലാബ് ജെല്ലൊന്നും വാങ്ങിച്ചില്ല, അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കടയിൽ വാങ്ങിക്കുന്ന അത്ര ഇതായിട്ടില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഗുലാബ് ജെല്ല് ഇല്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഇതല്ലായിരുന്നു. പിന്നെ അത് നമ്മൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ടിന്നിലോട്ട് മാറ്റിയിട്ട് കണ്ടോ, പഞ്ചസാരയൊക്കെ കയറി നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ.